കേരള സംസ്ഥാനത്ത് 44 നദികളുണ്ട്. അവയുടെ പോഷക നദികളും ധാരാളമുണ്ട്. ഓരോ ജില്ലകളിലും വലിയ നദികൾ തന്നെയുണ്ട്. പക്ഷേ ഇത്രയേറെ നദികളുണ്ടെങ്കിലും ജലക്ഷാമം നമുക്ക് രൂക്ഷമാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണങ്ങളും വളരെയേറെ എണ്ണമുണ്ട്. ഓരോ വർഷവും മുങ്ങി മരിക്കുന്ന കുട്ടികളുടെ എണ്ണം പ്രായമായവരുടേത് ഒക്കെ തന്നെ പഠനാർഹമായൊരു സംഗതിയാണ്. നാട്ടിലെ പുഴകളിൽ കുളിക്കുന്ന സ്വഭാവം കുട്ടികൾക്കുണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇന്ന് അതിന് സമയമില്ല. അതിരാവിലെ ട്യൂഷനും മറ്റു കാര്യങ്ങൾക്കും അതുപോലെ തന്നെ സ്കൂളുകൾക്ക് മറ്റുമൊക്കെ പോകുന്ന കുട്ടികൾക്ക് പുഴകളിൽ പോയി തുടിച്ചു കുളിക്കാനുള്ള സൗകര്യം തീരെയില്ല, സമയവുമില്ല. അതുമാത്രമല്ല, ആളുകൾക്ക് കൂടെ കൊണ്ടുപോയി കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനോ പുഴയിലിറങ്ങാനോ അവരുടെ കൂടെ നിൽക്കാനോ ഉള്ള സമയം വളരെ കുറവാണ്. ജീവിത യാത്രയിൽ ധാരാളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള ആളുകളാണ് അധികവും. അതുകൊണ്ട് തന്നെ കുട്ടികളെ ശ്രദ്ധിക്കാൻ കൂടുതൽ സമയം കിട്ടാറില്ല. പഠന സൗകര്യമുള്ള കോളേജുകളിൽ, സ്കൂളുകളിൽ, മറ്റ് ഹൈസ്കൂളുകളിലൊക്കെ തന്നെ നീന്തൽ സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീരെയില്ല. പക്ഷേ അതിന് നീന്തൽ പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അവിടെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് ഇന്ന ആളുകളുമില്ല. എന്ന് മാത്രമല്ല, പുഴയും പുഴയോട് ചേർന്നുള്ള കാര്യങ്ങളും അവർക്ക് അന്യമാണ് എന്നുള്ള സത്യമാണ്. പലപ്പോഴും പുഴകൾ വരണ്ട് ഉണങ്ങിയ അവസ്ഥയിലായിരിക്കും നമുക്കുണ്ടാകുക. വളരെ ശോചനീയ അവസ്ഥയിലാണ് ഈ പുഴകളുടെ സ്ഥിതി. പുഴകളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ധാരാളമായി കൈതക്കാടുകളും പൊന്തക്കാടുകളും ഈറ്റക്കാടുകളും ഈറക്കാടുകളും ഇല്ലിയും മറ്റുമൊക്കെ ധാരാളമായി വളർന്നു നിന്നിരുന്നു. അവയുടെ ആ പ്രദേശത്തെ ജൈവ അവസ്ഥ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ധാരാളം ജന്തുജാലങ്ങൾ അതിലുണ്ടായിരുന്നു. അതുപോലെ പുഴകളിലെ ചെറിയ കയങ്ങളിൽ, അതുപോലെ തന്നെ ചെറിയ കുഴികളിലും പാറയിടുക്കുകളിലും ഒക്കെ ധാരാളം മത്സ്യങ്ങളുണ്ടായിരുന്നു. നാടൻ മത്സ്യങ്ങൾ ധാരാളമുള്ള പുഴകൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിലും അത്തരം പുഴകളെ സംരക്ഷിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പുഴയെ മലിനപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അതിലെ ജന്തുജാലങ്ങളും ചത്തൊടുങ്ങാൻ കാരണമായി. ഞണ്ടും ഞവണിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇന്ന് അന്യമായിരിക്കുകയാണ്. പുഴകളുടെ ജൈവ അവസ്ഥ തന്നെ മാറിയിരിക്കുന്നു. മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നു. പല പുഴകളിലും ചെക്ക് ഡാമുകളുമൊക്കെ വന്നിരിക്കുന്ന യഥേഷ്ടം വെള്ളമൊഴുക്കും മറ്റു കാര്യങ്ങൾ തടസ്സപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പുഴകളുടെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന പല ജലസംഭരണികളും കുടിവെള്ളമില്ലാത്ത അവസ്ഥയിൽ ജലസംഭരണികൾ ആവശ്യമാണ്. അവയൊക്കെ തന്നെ പുഴ മാറി ഒഴുകുന്നതിനൊക്കെ ഇടയാകുന്നുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ഇതാ കുട്ടികളെ നോക്കുക, അവർ മീൻ പിടിക്കുന്നതാണ്. ചെറുമീനുകളെ പിടിച്ച് കൂടുകളിലാക്കി വീടുകളിലേക്ക് കൊണ്ടുപോയി നിരീക്ഷണവും പഠനവും ഒക്കെ നടത്തുന്നു. പുഴകളെക്കുറിച്ചുള്ള പഠനം, പുഴകൾക്കുള്ള നടത്തിപ്പ്, അതുപോലെ പുഴകളോട് ചേർന്നുള്ള ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ബാല്യത്തിൻ്റെ ഒരു പ്രത്യേക വിനോദമാണ് വെള്ളത്തിലെ ചാട്ടവും അതുപോലെ പുഴകളിലുള്ള നീന്തലും ഒക്കെ തന്നെ. പക്ഷേ ഇന്ന് കുട്ടികളൊക്കെ വലുതാകുന്നതോടുകൂടി ഈ സൗകര്യങ്ങൾ അവസാനിക്കുന്നതോടുകൂടി തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. ബാല്യത്തിൻ്റെ കൗതുകങ്ങളായിരുന്ന ഇത്തരം കാഴ്ചകൾ ഇന്ന് അപൂർവമായിരിക്കുന്നു. കുഗ്രാമങ്ങളിൽ മാത്രമായി അവശേഷിക്കുന്ന ചെറിയ തടാകങ്ങളും കുളങ്ങളും അതുപോലെ ചെറിയ കൈത്തോടുകളും ഒക്കെ തന്നെ പരിരക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ശുദ്ധജലമുള്ളത്. നഗരങ്ങളിലേക്ക് വരുമ്പോൾ അവസ്ഥ മാറ്റം വരുന്നു. വെള്ളം തീരെ മോശമാകുന്നു. കുടിക്കാനോ കുളിക്കാനോ അവയിലിറങ്ങാനോ ഒന്നും തന്നെ കഴിയാത്ത അവസ്ഥയിലുള്ള വെള്ളമാണ് നമുക്ക് നഗരപ്രദേശങ്ങളിലുണ്ടാവുക. ഗ്രാമപ്രദേശങ്ങളാണ് ഇപ്പോൾ അല്പമെങ്കിലും ഭേദമുള്ളത്. പക്ഷേ ഈ പുഴകളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു. മണൽ വാരാനും വാരാതിരിക്കാനും ഒക്കെ തന്നെ പല നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാറമടകളൊക്കെ ധാരാളമായിട്ട് വന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ ഒഴുകുന്ന വെള്ളം വളരെ മലിനമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് സത്യം. അതുപോലെ പല പദ്ധതികളും മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞ പ്രവർത്തനമൊക്കെ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് തീരപ്രദേശങ്ങളിൽ കല്ല് കെട്ടി അല്ലെങ്കിൽ വലിയ കൽക്കെട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പൊന്തക്കാടുകളും ഈറ്റക്കാടുകളും അതുപോലെയുള്ള ഈ താഴക്കാടുകളൊക്കെ തന്നെ വെട്ടിക്കളഞ്ഞിട്ടാണ് ആളുകൾ അവിടെ ഈ പുതിയ കൽക്കെട്ട് ഉണ്ടാക്കുക. പക്ഷേ നദിയിലെ ഒഴുക്ക് ശക്തമാകുന്നതോടുകൂടി ഈ കൽക്കെട്ടുകളൊക്കെ അവിടെ ഇടിഞ്ഞ് പുഴയിലേക്ക് വീഴുകയും അതുപോലെ പല തടസ്സങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. തീരപ്രദേശങ്ങളുണ്ടായിരുന്ന മരങ്ങളെ വെട്ടി നശിപ്പിച്ചു. അത് പുറമ്പോക്കാണെന്നുള്ള ധാരണയിൽ പലപ്പോഴും പല ആളുകളും അത്തരം പ്രദേശങ്ങളെ കൈയടക്കി വെക്കാനും അവിടെ മരങ്ങൾ വെട്ടി നശിപ്പിക്കാനുമൊക്കെ ഇടയാകുന്നുമുണ്ട്. ഇതൊക്കെ തന്നെ പുഴയുടെ നാശത്തിന് വഴിയൊരുക്കുന്നതാണ്. പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ തന്നെ കയങ്ങൾ, ഇവയൊക്കെ തന്നെ മത്സ്യസമ്പത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളായിരുന്നു. മത്സ്യങ്ങൾ ധാരാളമായി അവിടെ വരികയും മുട്ടയിടുകയും അവിടെ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന പ്രദേശങ്ങൾ ഇന്നിപ്പോൾ അന്യമായിരിക്കുന്ന ഇത്തരം പ്രദേശങ്ങളൊക്കെ നശിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പുഴകളിൽ തോട്ടായി നഞ്ചുമൊക്കെ ഇടുന്നതുകൊണ്ട് മത്സ്യസമ്പത്ത് കുറഞ്ഞു പോകുക മാത്രമല്ല, അടുത്ത ഉണ്ടാകാനിരിക്കുന്ന
ചെറിയ ചെറിയ മത്സ്യങ്ങളെപ്പോലും അത് ഇല്ലാതെയാക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ നാട്ടിൻപുറങ്ങളിൽ അപൂർവമായിട്ടെങ്കിലും നല്ല വൃത്തിയുള്ള ഇടങ്ങൾ നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. അത്തരം സ്ഥലങ്ങളിൽ അവയെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ് എന്നുള്ള ബോധ്യവും അവർക്കുണ്ട്. നഗരങ്ങളിലെ അവസ്ഥ മാറിയിരിക്കുന്നു. അവിടെ അത്തരം കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ വെള്ളം മലിനമാകുന്നുമുണ്ട്. ഇടക്കാലം കിട്ടുന്ന ചെറിയ വിനോദ അവസരങ്ങളിൽ, അവധിക്കാലങ്ങളിൽ പുഴകളിൽ ആളുകളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് മുതിർന്നവരുടെ നേതൃത്വത്തിൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്ന രീതികളൊക്കെ നാട്ടിൻപുറങ്ങളിലുണ്ട്. ഇതാ നോക്കുക, ഒരു വലിയ സംഘം ഇവിടെ കുട്ടികൾ ആർത്ത് തിമിർത്ത് വെള്ളത്തിൽ ചാടി മറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നീന്തലും പഠിക്കുന്നുണ്ട്. മുതിർന്ന ആളുകൾ ഇതിനെ കരയിലിരുന്ന് അവരെ നിയന്ത്രിക്കുന്നുമുണ്ട്. സ്ഫടികം പോലെ തെളിഞ്ഞ ഈ വെള്ളത്തിൽ ആളുകൾ ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വെള്ളത്തിനോടുള്ള ഭയം തന്നെ മൂലം ഇല്ലാതെയാകുന്നുണ്ട്. പക്ഷേ അതിന് ചില പരിരക്ഷകളും ചില നിരീക്ഷണവും ഒക്കെ തന്നെ ആവശ്യമാണ്. ചെറിയ കുട്ടികൾ കയറി ഇരിപ്പുണ്ട്. പക്ഷേ അവർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുതിർന്ന ആളുകൾ അവിടെ നോക്കിയിരിപ്പുണ്ട്. അവർ ഇറങ്ങിയാൽ തന്നെ അവരുടെ അവസ്ഥ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടാതിരിക്കാൻ അവരെ സഹായിക്കാനായിട്ട് മുതിർന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും വേണ്ടില്ല, വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മാത്രമേ കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങാവൂ. അവധിക്കാലം ചിലവഴിക്കുന്നതിനോ ഒരല്പസമയം വിനോദിക്കുന്നതിനോ ഒക്കെയായി പുഴകളിൽ ഒത്തുകൂടുന്ന കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുക മുതിർന്നവരുടെ ചുമതലയാണ്.